ത്രിയേക ദൈവത്തിന് സ്തുതി. ഒരു സുപ്രഭാതം കൂടെ ഈ ഭൂമിയിലായിരിക്കാൻ തക്കവണ്ണം നമ്മെ അനുഗ്രഹിച്ച ദൈവത്തെ ആദ്യമേ മഹത്വപ്പെടുത്തുന്നു. നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അഗാപ്പൻ ബ്ലെസ്സിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ആധുനിക ലോകത്തിലെ അനാവശ്യമായ വാർത്തകളും ട്രെൻഡുകളും പലതരത്തിലുള്ള അഭിപ്രായങ്ങളും കേട്ട് നമ്മുടെ മനസ്സ് എപ്പോഴെങ്കിലും ഭ്രമിച്ചു പോയിട്ടുണ്ടോ? ലക്ഷ്യബോധത്തോടെ മുന്നേറുമ്പോൾ ചുറ്റുമുള്ള കപടമായ ശബ്ദങ്ങൾ കാരണം ഏതാണ് ശരി ഏതാണ് തെറ്റെന്നറിയാതെ നമ്മൾ പലപ്പോഴും വഴിതെറ്റാറില്ലേ? കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ചിന്തകളെയും സ്വപ്നങ്ങളെയും തെറ്റായ വഴികളിലേക്ക് തിരിച്ചുവിടാൻ നോക്കുന്ന ഈ ലോകത്തിൻ്റെ വലിയ വഞ്ചനകളിൽ നിന്നും മായാ കാഴ്ചകളിൽ നിന്നും നമ്മുടെ മനസ്സിന് ശക്തമായൊരു കാവലൊരുക്കാൻ പഠിപ്പിക്കുന്ന അതീവ ജാഗ്രതയേറിയ വചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. വിശുദ്ധ മത്തായി 24:4-5. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. ചുറ്റും എത്ര വലിയ കോലാഹലങ്ങൾ ഉണ്ടായാലും നമ്മുടെ ഉള്ളിലെ സത്യത്തെയും വ്യക്തതയെയും എങ്ങനെ കാത്തു സൂക്ഷിക്കാമെന്ന് പഠിപ്പിക്കുന്ന വലിയൊരു ആത്മരക്ഷാ സന്ദേശമാണിത്. യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായി ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ സംസാരിക്കുന്നതാണ് ഈ വചനത്തിന്റെ പശ്ചാത്തലം. യെരുശലേം ദേവാലയത്തിന്റെ വലിയ കല്ലുകൾ ഒന്നുപോലും ശേഷിക്കാതെ തകർക്കപ്പെടും എന്ന് യേശു പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ ആകെ ഭയന്നുപോയി. അവർ യേശുവിനോട് രഹസ്യമായി ചോദിച്ചു, ഇത് എപ്പോൾ സംഭവിക്കും? അങ്ങയുടെ വരവിന്റെ ലക്ഷണം എന്താണ്? അവർ ലോകാവസാനത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ യേശു അവർക്ക് നൽകിയ ഏറ്റവും ആദ്യത്തെ മറുപടിയാണ് ഈ വചനം. പ്രതിസന്ധികളും പരിഭ്രാന്തിയും ഉണ്ടാകുമ്പോൾ മനുഷ്യൻ എളുപ്പത്തിൽ വഴിതെറ്റിപ്പോകുമെന്നും വ്യാജമായ വാഗ്ദാനങ്ങൾക്ക് പിന്നാലെ ഓടുമെന്നും കർത്താവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ഈ ശക്തമായ മുന്നറിയിപ്പ് എല്ലാവർക്കും കൂടെ നൽകുന്നത് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ മനസ്സിന്റെ കാവൽക്കാരൻ നമ്മൾ തന്നെയാണ് എന്നതാണ്. യേശു ആദ്യം നൽകിയ കൽപ്പന, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്നാണ്. ഇവിടെ സൂക്ഷിക്കുക എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എപ്പോഴും ഉണർന്നിരിക്കുക, വിവേകത്തോടെ കാര്യങ്ങളെ കാണുക എന്നതിനെയാണ് അർത്ഥമാക്കുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയും തെറ്റായ ജീവിത രീതിയിലൂടെയും നമ്മുടെ മുന്നിലേക്ക് പല രസകരമായ കാര്യങ്ങളും വരാറുണ്ട്. പല കുറുക്കുവഴികളും നമ്മുടെ മുന്നിൽ എത്താറുണ്ട്. നമ്മൾ പെട്ടെന്ന് വഞ്ചിതരാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ യേശു പറയുന്നു, നമ്മുടെ ശ്രദ്ധയെ തിരിച്ചുവിടുന്ന ആ ശബ്ദങ്ങൾക്ക് നമ്മൾ ചെവി കൊടുക്കരുത്. ഒരു വഞ്ചനയും നമ്മുടെ ഉള്ളിലേക്ക് കടക്കാതിരിപ്പാൻ നമ്മുടെ ചിന്തകൾ കർത്താവിൻ്റെ സന്നിധിയിലൂടെ നമ്മൾ തന്നെ വെക്കണം. ലോകം മുഴുവനും ഒരു അസത്യത്തിന് പിന്നാലെ ഓടിയാലും നമ്മുടെ മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള വലിയൊരു വിവേകം നമ്മൾ സ്വന്തമാക്കണം. ഈ വചനത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആദ്യമായി നോക്കാം. വഞ്ചന ആത്മീയ ജീവിതത്തിന്റെ വലിയൊരു അപകടമാണ്. യേശു ആദ്യം മുന്നറിയിപ്പ് നൽകിയത് വഞ്ചനയെ കുറിച്ചാണ്. കാരണം ശത്രുവിന്റെ ഏറ്റവും വലിയ ആയുധം പലപ്പോഴും തുറന്ന ആക്രമണമല്ല, മറിച്ച് വഞ്ചനയാണ്. ഇന്നത്തെ ലോകത്തിൽ തെറ്റായ ഉപദേശങ്ങൾ, വ്യാജ വാഗ്ദാനങ്ങൾ, ആത്മീയ കബളിപ്പിക്കലുകൾ, തെറ്റായ സിദ്ധാന്തങ്ങൾ ഒത്തിരി വ്യാപകമായി കാണപ്പെടുന്നു. എല്ലാം സത്യമാണെന്ന് നമുക്ക് ഒറ്റയടിക്ക് തോന്നാം, പക്ഷെ എല്ലാ ശബ്ദങ്ങളും ദൈവത്തിന്റെ ശബ്ദമല്ല. അതുകൊണ്ട് യേശു പറയുന്നു, സൂക്ഷിച്ചുകൊള്ളുവിൻ. എല്ലാ ആത്മീയ നേതാക്കളും ദൈവത്തിൽ നിന്നുള്ളവരല്ല എന്ന് കർത്താവ് തന്നെ പറയുകയാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, അനേകർ എൻ്റെ നാമത്തിൽ വരും, അവർ യേശുവിൻ്റെ നാമം ഉപയോഗിക്കും, ബൈബിളിനെ കുറിച്ച് സംസാരിക്കും, ആത്മീയതയെക്കുറിച്ച് സംസാരിക്കും, രക്ഷയെക്കുറിച്ച് സംസാരിക്കും. ഇവിടെ വന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും, നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീരും, അവിടെ പോയി അന്ന് എന്ത് ചെയ്തു കഴിഞ്ഞാൽ ചെയ്യും, നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളെല്ലാം തീരും, ഞാൻ ഒപ്പിയെടുക്കാം നിങ്ങളുടെ പ്രശ്നങ്ങൾ. പല വ്യാമോഹങ്ങളും നമ്മൾക്ക് നമ്മുടെ മുന്നിൽ നിരത്തി വയ്ക്കും. നമ്മളത് കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ ഭയങ്കര വിശ്വാസം നമുക്ക് തോന്നും. അതുകൊണ്ട് വിശ്വാസികൾ വിവേകമുള്ളവരായിരിക്കണം. ഒരു വ്യക്തി മാത്രം പറയുന്നത് കേട്ട് വിശ്വസിക്കരുത്. എല്ലാം ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ പരിശോധിക്കണം. ഞങ്ങൾക്ക് കൃത്യമായിട്ട് അനുഭവപ്പെട്ട, ഞങ്ങളൊരു ധ്യാനത്തിന് പോയി. ആ ധ്യാനത്തിൽ ഇതുപോലെ തന്നെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. വളരെ അത്ഭുതകരമായ സൗഖ്യവും എല്ലാം അവിടെ നടക്കുന്നത് കണ്ടു. പിന്നീടാണ് മനസ്സിലായത് അദ്ദേഹം വലിയൊരു ചതിയനാണ്, വലിയൊരു മാഫിയയുടെ ഒരു അംഗമാണ്. പക്ഷെ അവിടെ കാണിക്കുന്നതെല്ലാം വെറും നാടകങ്ങളായിരുന്നു എന്ന്.
പലപ്പോഴും പലരോടും പറഞ്ഞിട്ട് അവരൊന്നും വിശ്വസിക്കുന്നില്ല. പക്ഷെ ഞങ്ങൾ നേരിട്ട് കണ്ടപ്പോൾ ഞങ്ങൾക്കത് മനസ്സിലായി. അതുപോലെ സത്യം അറിയുന്നവർ എളുപ്പത്തിൽ തെറ്റിക്കപ്പെടുകയില്ല. വ്യാജ ഉപദേശങ്ങൾ തിരിച്ചറിയാൻ നമുക്ക് ദൈവവചനം കൃത്യമായി അറിയണം. ബൈബിൾ വായിക്കണം, പ്രാർത്ഥിക്കണം, ദൈവവുമായി അടുത്ത ബന്ധം പുലർത്തണം. ദൈവവചനത്തിൽ വേരൂന്നിയ വിശ്വാസിയെ എളുപ്പത്തിൽ തെറ്റിക്കാൻ കഴിയില്ല. അങ്ങോട്ട് ഓടണമെന്ന് പറഞ്ഞാൽ ഓടില്ല. എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്, എൻ്റെ കർത്താവ് എൻ്റെ ജീവിതം കാണുന്നവനാണ്, എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം എൻ്റെ കർത്താവാണ് എന്ന് ഉറച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂട്ടരൊക്കെ ഓടും. പറയും, നിങ്ങൾക്ക് രക്ഷ ഇവിടെ മാത്രമേ ഉള്ളൂ, നിങ്ങൾ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് രക്ഷ ഉണ്ടാവില്ല, രക്ഷിക്കപ്പെടണമെങ്കിൽ ഇവിടെ വരണം. പലരും പലതും പറയും. പക്ഷേ നമ്മൾ കർത്താവിൻ്റെ കൂടെയാണ് എന്ന് നമ്മൾ അവരെ പറഞ്ഞ് ധരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ മടങ്ങിപ്പോകും. യേശു പറയുന്നു, അനേകരെ തെറ്റിക്കും. അതായത് പലരും പിന്തുടരുന്നു എന്നതുകൊണ്ട് അത് ശരിയാണെന്ന് അർത്ഥമില്ല. ലോകത്തിൽ പല തെറ്റായ ആശയങ്ങൾക്ക് വലിയ പിന്തുണ ലഭിച്ചിട്ടുണ്ട്. സത്യം പലപ്പോഴും ജനപ്രിയമല്ല, എന്നാൽ സത്യം ഒരിക്കലും മാറുന്നില്ല. നാം ജനക്കൂട്ടത്തെ പിന്തുടരുത്, കർത്താവിന് മാത്രമേ പിന്തുടരാവൂ. യേശു തന്നെയാണ് സത്യം. വ്യാജ ക്രിസ്തുക്കൾ ഉണ്ടാകാം, വ്യാജ ഉപദേശങ്ങൾ ഉണ്ടാകാം, വ്യാജ രക്ഷ ഉണ്ടാകാം, അത്ഭുതങ്ങൾ സംഭവിച്ചേക്കാം. എന്നാൽ കർത്താവ് പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം മനുഷ്യരല്ല, സംഘടനകളിലല്ല, പ്രശസ്ത വ്യക്തികളിലല്ല. നമ്മുടെ വിശ്വാസം കർത്താവിലായിരിക്കണം. അവൻ്റെ വചനത്തിൽ നമ്മുടെ മനസ്സിനെ ഉറപ്പിച്ചാൽ ഒരു വ്യാജ ശബ്ദത്തിനും നമ്മെ വഴിതെറ്റിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഇന്നു മുതൽ ലോകത്തിൻ്റെ താൽക്കാലികമായ ട്രെൻഡുകൾക്ക് പിന്നാലെ ഓടുന്നത് നമുക്ക് നിർത്താം. ഇന്നത്തെ ലോകത്തിൽ വിവരങ്ങൾ ധാരാളമുണ്ട്, ആത്മീയ ശബ്ദങ്ങൾ അനേകമുണ്ട്. പക്ഷേ സത്യം ഒന്നു മാത്രമാണ്, കർത്താവ്. അത് യേശു ക്രിസ്തുവിലും അവൻ്റെ വചനത്തിലും മാത്രമാണ്. ഇന്ന് നമുക്ക് സ്വയം ചോദിക്കാം, ഞാൻ ദൈവവചനം അറിയാൻ സമയം കണ്ടെത്തുന്നുണ്ടോ? ഞാൻ കേൾക്കുന്ന ഉപദേശങ്ങൾ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുന്നുണ്ടോ? എൻ്റെ വിശ്വാസം യേശുവിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ദൈവവചനത്തിൽ നമുക്ക് വേരുന്ന യേശുവിനെ മാത്രം പിന്തുടരാം. അപ്പോൾ യാതൊരു വഞ്ചിക്കും നമ്മെ തെറ്റിക്കാൻ കഴിയില്ല. കർത്താവ് നമ്മെ സത്യത്തിൽ ഉറപ്പിക്കും, സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികം സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട യേശു സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായതിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അഗാപ്പൻ ബ്ലെസ്സിങ്ങിലൂടെ കേട്ട ഈ വചനത്തെ കർത്താവേ, നീ ഞങ്ങളെ സമൃദ്ധമായി ഈ വചനം കേൾക്കുന്ന നിന്റെ മക്കളെയും ഇത് പങ്കുവയ്ക്കുന്ന എല്ലാവരെയും നിന്റെ ചെറിയൻ മറവിൽ സമർപ്പിക്കുന്നു. കർത്താവേ, നിന്റെ കൃപ നിന്റെ മക്കളോട് കൂടെ ഇരിക്കണമേ. അവർ ആയിരിക്കുന്ന സന്ദർഭങ്ങളിൽ ഏത് സാഹചര്യത്തിലായാലും കർത്താവെ നീ അവർക്ക് അനുകൂലമാക്കി കൊടുക്കണമേ. കർത്താവെ, നിന്റെ കൃപ ഞങ്ങളിൽ ചൊരിയണമേ. കർത്താവെ, ഈ ലോകത്തിൻ്റെ ചിന്തകളിൽ മുഴുകി ജീവിക്കാതെ നീ കാണിച്ചു തരുന്ന പാതയിലൂടെ നടപ്പാൻ, കർത്താവെ, നീ തരുന്ന ജീവിതത്തെ നിന്നിൽ അടിയുറച്ച് ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ശക്തീകരിക്കണമേ. പലപ്പോഴും ഞങ്ങൾ ചഞ്ചലപ്പെട്ടു പോകാറുണ്ട് കർത്താവേ, എങ്കിലും നീ കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും കണക്കിലെടുക്കാതെ സമൃദ്ധമായി ഞങ്ങൾ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ കർത്താവേ. ഈ വചനം കേൾക്കുന്ന മക്കളെ നിന്റെ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. അവരുടെ നല്ല ആവശ്യങ്ങളെ ഈ നിമിഷം നീ നിറവേറ്റി കൊടുക്കണമേ. കഷ്ടപ്പാടും ദുരിതങ്ങളും മാറ്റണമേ. സന്തോഷ സമാധാന ഐശ്വര്യം നീ കൊടുക്കണമേ. എത്ര വലിയ ആവശ്യങ്ങളായാലും കർത്താവേ, നിന്റെ കൃപ നിന്റെ മക്കളിൽ ചൊരിഞ്ഞ് അവരുടെ സാഹചര്യങ്ങളെ അനുകൂലമാക്കി കൊടുക്കണമേ. എത്ര വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും കർത്താവേ, എല്ലാം സാധ്യമാക്കി കൊടുക്കുന്നവൻ നീ മാത്രമാണ്. നീ നിന്റെ മക്കളെ അഭിഷേകം ചെയ്യണമേ. അവർ കൊടുത്തിരിക്കുന്ന സകലത്തെയും കർത്താവെ നിന്റെ തൃപ്പാദത്തിലെ സമർപ്പിക്കുന്നു. നിന്റെ ചെറിയ മറവിൽ മറയ്ക്കണമേ. നിന്റെ രക്തവളപ്പിൽ സംരക്ഷിച്ചുകൊള്ളണമേ. നിന്റെ മാലാഖമാരെ വിട്ട്, കാവൽ ഭടന്മാരെ വിട്ട് നിന്റെ മക്കളെ സംരക്ഷിച്ചുകൊള്ളണമേ. പിശാച് നോക്കുവാൻ പോലും ഇടവരുത്തരുതേ കർത്താവേ. ആപത്തനർത്ഥങ്ങൾ നിന്റെ മക്കൾക്ക് ഉണ്ടാകരുതേ. അവരുടെ ആവശ്യങ്ങളെ കർത്താവ് നീ അറിയുന്നുവല്ലോ, അവരുടെ വേദനകളെ നീ അറിയുന്നുവല്ലോ. പൂർണ്ണമായ ആശ്വാസം നീ കൊടുക്കണമേ. കർത്താവ്, ജോലിയില്ലാതെ വിഷമിക്കുന്ന മക്കൾക്ക് കർത്താവ് താങ്ങും തണലുമായി നീ കൂടെ ഇരുന്ന് നല്ല വഴികളെ കാണിച്ചു കൊടുത്ത് വരുമാന മാർഗങ്ങളെ തുറന്നു കൊടുക്കണമേ. രോഗികളായിട്ട് വേദന കൊണ്ട് പൊളയുന്ന മക്കൾക്ക് ആശ്വാസം നൽകണമേ. സാമ്പത്തിക ഞെരുക്കങ്ങളാൽ ഇനി എങ്ങനെ മുമ്പോട്ട് പോകുമെന്നറിയാതെ വിഷമിച്ചിരിക്കുന്നവരെ കർത്താവെ നല്ല വരുമാന മാർഗങ്ങളെ തുറന്നു കൊടുക്കണമേ. സന്താനങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് നല്ല കുഞ്ഞുങ്ങളെ കൊടുക്കണമേ. വിവാഹ പ്രായത്തിൽ നല്ല ഭാവികളാത്ത മക്കളെ നീ ആശ്വസിപ്പിക്കണമേ. മദ്യത്തിനും
കർത്താവെ അവർക്ക് തക്ക തുണയെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. മദ്യത്തിന് മയക്കുമരുന്നിന് അടിമയായിരിക്കുന്നവർക്ക് വിടുതൽ നൽകണമേ കർത്താവെ. മാതാപിതാക്കളെ ഓർത്ത് വിഷമിക്കുന്നവരെ, കുഞ്ഞുങ്ങളെ ഓർത്ത് വിഷമിക്കുന്നവരെ, സഹോദരങ്ങളെ ഓർത്ത് വിഷമിക്കുന്നവരെ, പങ്കാളിയെ ഓർത്ത് വിഷമിക്കുന്നവരെ കർത്താവ് ഈ നിമിഷത്തിൽ നിന്ന് തൊടണമേ. അവരെ നീ അഭിഷേകം ചെയ്യണമേ. നിന്റെ ചിറകിന് മറവിൽ മറച്ചു കൊള്ളണമേ. നിന്റെ തൃപ്പാദത്തിൽ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ല ജീവിതം കഴിച്ചു കൂട്ടുവാൻ തക്കവണ്ണം അവരെ നീ അനുഗ്രഹിക്കണമേ. ശിഷ്ട ജീവിത സമൃദ്ധമായി നീ അനുഗ്രഹിക്കണമേ കർത്താവെ. നിന്നിൽ അടിയുറച്ച് ജീവിപ്പാൻ കർത്താവെ, ഈ ലോകത്തിൻ്റെതായ ഒരു ചിന്തകളിലും ഈ ലോകത്തിൻ്റെതായ ഒരു മാറ്റത്തിലും കർത്താവ് ഞങ്ങൾ പെട്ടുപോകാതെ ഓരോരുത്തരെയും നീ വ്യക്തിപരമായി നീ അനുഗ്രഹിക്കണമേ. നീ കാണിച്ചു തരുന്ന വഴിയിലൂടെ നടപ്പാൻ കർത്താവെ, നിന്റെ ക്രമം മൂലം വഴി നടത്തണമേ കർത്താവെ. പൂർണ്ണമായി പരമേൽപ്പിന്ന് സമർപ്പിക്കുന്നു. പ്രാർത്ഥനയുടേതിനായ സ്തോത്രം. ഇറങ്ങി വന്ന് ഞങ്ങൾ അനുഗ്രഹിച്ചതിനായ സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് ജീവിച്ച യേശുവിന്റെ പൂർണ്ണനാമത്തിൽ തന്നെ ആമേൻ.